ടെക്സസിലെ ഓസ്റ്റിനിൽ ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിനി വെടിയേറ്റു കൊല്ലപ്പെട്ടത് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ നടുക്കിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ വിദ്യാർത്ഥിനിയായിരുന്ന 21-കാരി സവിത ഷാന് ബിരുദധാരിയാകാൻ വെറും 2 മാസം മാത്രമുള്ളപ്പോഴാണ് ഓസ്റ്റിനിലെ വെസ്റ്റ് 6th സ്ട്രീറ്റിലുണ്ടായ വെടിവയ്പിൽ ജീവൻ നഷ്ടമായത്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിന് കീഴിലുള്ള മക്കോം സ്കൂൾ ഓഫ് ബിസിനസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്ന സവിതയുടെ മരണത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വശത്ത് അനുശോചന പ്രവാഹം ഉണ്ടാകുമ്പോൾ മറുവശത്ത് വംശീയപരമായ അധിക്ഷേപങ്ങളും ഉയരുകയാണ്. പ്രശസ്ത സ്പോർട്സ് എഴുത്തുകാരിയായ ഷെഹാൻ ജയരാജ സവിതയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരാളായ റൈഡർ ഹാരിങ്ടന്റെയും ചിത്രം പങ്കുവച്ച് പോസ്റ്റ് ചെയ്തതോടെയാണ് സൈബർ ആക്രമണം ആരംഭിച്ചത്. 2 കോളേജ് വിദ്യാർത്ഥികൾ, 2 ടെക്സസുകാർ, അവരുടെ ജീവിതം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു പോസ്റ്റ്. എന്നാൽ സവിതയെ ഒരു ടെക്സസുകാരിയായി കാണാൻ പലരും തയ്യാറായില്ല. പോസ്റ്റിന് താഴെ പരിഹാസരൂപേണ വന്ന കമന്റ് ഇങ്ങനെയാണ്: അവൾ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നു. ഇതിന് മറുപടിയായി മറ്റൊരാളുടെ വംശീയാധിക്ഷേപം നിറഞ്ഞ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അല്ല, ഇന്ത്യയിലായിരുന്നെങ്കിൽ അവൾ നേരിടുക ദുർഗന്ധം വമിക്കുന്ന സംവിധാനത്തിലുള്ള മരണമായിരിക്കും. ഷോക്കേറ്റോ, ഓടവെള്ളം നിറഞ്ഞ കുഴിയിൽ വീണോ, അതോ തെരുവുനായയുടെ കടിയേറ്റോ ഒക്കെ അവൾ മരിക്കാമായിരുന്നു. ചുരുങ്ങിയ പക്ഷം ഇവിടെ ഒരു നിമിഷം കൊണ്ട് അവൾ പോയല്ലോ, അതാണ് ഭേദം. അവർ രണ്ടുപേരും ടെക്സസുകാരല്ലെന്നും ഒരാൾ ഇന്ത്യക്കാരിയും മറ്റൊരാൾ മാത്രമാണ് അമേരിക്കക്കാരനും എന്ന രീതിയിലുള്ള വിഭജനപരമായ കമന്റുകൾ പോസ്റ്റ് പങ്കുവച്ച ഷെഹാൻ ഉൾപ്പെടെയുള്ളവരെ ഞെട്ടിച്ചിട്ടുണ്ട്. വെടിവയ്പിൽ കൊല്ലപ്പെട്ടപ്പോൾ പോലും ആ പെൺകുട്ടിയെ ബഹുമാനിക്കാൻ പലർക്കും കഴിയുന്നില്ലെന്ന് ഷെഹാൻ ജയരാജ കുറിച്ചു. ഓസ്റ്റിനിൽ വളർന്നു, കഠിനാധ്വാനം ചെയ്തു, ലോകത്തെ മികച്ച സർവകലാശാലകളിൽ ഒന്നിൽ പ്രവേശനം നേടി. എന്നിട്ടും ഒരു വെടിവയ്പിൽ കൊല്ലപ്പെട്ടപ്പോൾ പോലും ആ പെൺകുട്ടിയെ ബഹുമാനിക്കാൻ പലർക്കും കഴിയുന്നില്ല. മരണം പോലും അനാദരവ് നിർത്താൻ കാരണമാകുന്നില്ല എന്നത് കഷ്ടമാണ്, ഷെഹാന്റെ പോസ്റ്റിൽ പറഞ്ഞു. അതേസമയം അക്രമി കുടിയേറ്റക്കാരനായതിനാൽ നിരവധി രാഷ്ട്രീയക്കാർ എല്ലാ തരത്തിലുള്ള കുടിയേറ്റവും അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായും രംഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് സവിതയെയും പ്രവേശിപ്പിക്കരുതെന്ന് ചിലർ ആവശ്യപ്പെട്ടപ്പോൾ സവിത അമേരിക്കയിൽ ജനിച്ച വ്യക്തിയാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു ചിലർ രംഗത്തെത്തി. ഞായറാഴ്ച പുലർച്ചെ നടന്ന വെടിവയ്പിലാണ് സവിത ഷാൻ എന്ന സവിത ഷൺമുഖ സുന്ദരം ഉൾപ്പെടെ 3 പേർക്ക് ജീവൻ നഷ്ടമായത്. അമേരിക്കയിൽ ജനിച്ച സവിത യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു. കൂടാതെ ഓസ്റ്റിനിലെ തമിഴ് സംഘത്തിന്റെ വളണ്ടിയറായും പ്രവർത്തിച്ചു വരികയായിരുന്നു. സവിത ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നുവെന്ന് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. അതേസമയം സവിതയുടെ മരണത്തിൽ തകർന്നിരിക്കുന്ന കുടുംബം മൗനം ഭേദിച്ച് പ്രസ്താവന പുറത്തിറക്കി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സമീപകാലത്തുണ്ടായ ഭീകരാക്രമണത്തിൽ ഞങ്ങളുടെ പ്രിയപുത്രി സവിതയെ ഞങ്ങൾക്ക് നഷ്ടമായ വിവരം അതീവ ദുഃഖത്തോടും വിവരിക്കാനാവാത്ത വേദനയോടും കൂടി ഞങ്ങൾ അറിയിക്കുന്നു. അവൾക്ക് 21 വയസ്സായിരുന്നു. ഞങ്ങളുടെ ഏക മകളായിരുന്നു അവൾ. വാക്കുകൾക്കതീതമായി ഞങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ഏവർക്കും ഊഷ്മളതയും ആശ്വാസവും സന്തോഷവും പകർന്നു നൽകിയിരുന്ന അങ്ങേയറ്റം കരുണയുള്ളവളും ഉജ്ജ്വല പ്രഭയുള്ളവളുമായ ഒരു പെൺകുട്ടിയായിരുന്നു സവിത. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് അറ്റ് ഓസ്റ്റിനിലെ മക്കോം സ്കൂൾ ഓഫ് ബിസിനസ്സിൽ അത്യുത്സാഹത്തോടും മികവോടും കൂടി അവൾ തന്റെ പഠനം തുടർന്നു പോന്നു. കഠിനാധ്വാനം ചെയ്യുന്നതിലും മറ്റുള്ളവരെ സേവിക്കുന്നതിലും സത്യസന്ധതയോടെ ജീവിക്കുന്നതിലും അവൾ വിശ്വസിച്ചിരുന്നു. അപ്രതീക്ഷിതവും ഹൃദയഭേദകവുമായ അവളുടെ ഈ വിയോഗം ഞങ്ങളുടെ ജീവിതത്തിലും അവളെ സ്നേഹിച്ച എല്ലാവരുടെ ജീവിതത്തിലും നികത്താനാവാത്ത ഒരു ശൂന്യതയാണ് അവശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ നഷ്ടം അവിശ്വസനീയവും അങ്ങേയറ്റം അനീതിയുമായി തോന്നുന്നു. ഒരിക്കൽ അവൾ പ്രകാശിച്ചിരുന്ന ഇടങ്ങൾ ഇപ്പോൾ സങ്കടത്താൽ മാറ്റിക്കൊള്ളുകയാണ്. അചിന്തനീയമായ ഈ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ ദുരന്തത്തിനിരയായ മറ്റ് വ്യക്തികളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു, പ്രസ്താവനയിൽ പറഞ്ഞു.